സദസ്സിലെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്കും കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും എല്ലാം അഭിനന്ദനങ്ങൾ. ഒരു കാലത്ത് ഇങ്ങനെ ഒരു സഹായവും ഒരു പിന്തുണയില്ലാതെ വന്ന കുറേ ടെക്നീഷ്യന്മാരുടെ കൂട്ടത്തിലാണ് ഞാനും. അന്നൊക്കെ ഒരു സംഘടനയോ സംഘടിക്കാനുള്ള ശേഷിയോ ഇല്ലാതെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഇത്തിരി നൊന്തിട്ടുണ്ട്. അന്നൊരു കാർഡോ യൂണിയനിലോ പെടാത്തത് കൊണ്ട് ചിലപ്പോൾ സിബി സാറിൻ്റെയൊക്കെ ആ സ്വാതന്ത്ര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി തലവേദന ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വിഷമിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് ഇത്രയും വലിയൊരു സംഘടനയായി ഫെഫ്ക മാറിയതിലും അതിൽ ഞാനും അംഗമായി നിലനിൽക്കാൻ കഴിയുന്നതിലും വളരെ അഭിമാനമുണ്ട്. ഇന്നിപ്പോൾ ആരോഗ്യ പരിരക്ഷയോടെ സംഘടന ഒരുപാട് ഉയരങ്ങളിലെത്തി. മറ്റ് ഭാഷാ സിനിമകൾക്കും പ്രവർത്തകർക്കും ഒക്കെ മാതൃകയായി നിൽക്കാൻ കഴിഞ്ഞു. വളരെ അഭിമാനത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഫെഫ്കയുടെ സാരഥികൾക്ക്. നന്ദി. ഒരു സാമൂഹിക ജീവിയായ മനുഷ്യന് ഒരിക്കലും ചുറ്റുപാടുമുള്ള മറ്റ് മനുഷ്യരുടെ സപ്പോർട്ടും സഹായവും സ്നേഹവും ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഫെഫ്ക പോലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ സിനിമയിൽ വരുന്നത് എൻ്റെ മാത്രം സ്വപ്നത്തിൽ ഊന്നിയാണ്. അത് ആലോചിച്ച് മാത്രമാണ് ഞാൻ സിനിമയിൽ ഇവിടെ വന്ന അന്ന് മുതൽ എൻ്റെ ആ സ്വപ്നത്തിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഇന്ന് ഈ ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയൻ നിർമ്മിച്ച് നൽകുന്ന ഈ പുതിയ വീട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ആ താക്കോൽദാനം നടത്താനായിട്ട് എന്നെ ക്ഷണിച്ചത് ഒരുപാട് നന്ദി. ആ വീട്ടിൽ സുഖമായും സന്തോഷമായും ഉറങ്ങാനും ഉണരാനും സന്തോഷത്തോടെ ഒരുപാട് സമയം ചെലവഴിക്കാനും കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തികച്ചും മാതൃകാപരമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അത് മാതൃകാപരമാണ് എന്നുള്ള അതിൻ്റെ തോന്നൽ അറിയിക്കുകയും ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. വളരെ തരക്കേടില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമാണെങ്കിൽ പോലും അവിടെ സംഭവിക്കാവുന്ന എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാലാണ് നമ്മളെല്ലാം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റാനൊക്കെ സാധ്യത. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെ പ്രസക്തമാണ്. ഇതുപോലുള്ള പുതിയ ഇനിഷ്യേറ്റീവ്സ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാള സിനിമയിലെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ത് ആവശ്യത്തിനും ഫെഫ്കയുടെയും അതല്ല മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനുണ്ടായിരിക്കും എന്ന് ഇവിടെ വെച്ച് പറയുകയും ചെയ്യും. താങ്ക് യു. 94 ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷൻ വന്നത്. അതിനുശേഷം ഇന്ന് വരെ സഞ്ചരിച്ച യാത്രയിൽ സിനിമയിൽ നമുക്ക് തീർച്ചയായിട്ടും ആരാധന തോന്നുന്ന നടന്മാരോടാണ് അവരെക്കാൾ കൂടുതൽ ഞാൻ ഇടപഴകിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിട്ടുള്ളതും എന്നെ ഒരുപാട് സഹായിച്ചതും ഫെഫ്ക എന്ന് പറയുന്ന ഈ സംഘടന. ഇതിനു മുമ്പ് വേറെ പേരായിരുന്നു. അപ്പൊ അതിലെല്ലാം ഉണ്ടാകുന്ന നിങ്ങളെല്ലാവരുമാണ്. എനിക്ക് എല്ലാവരും പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഒരു സിനിമയുടെ വിജയത്തിന്റെ പിന്നിൽ സിനിമ വിജയിക്കുമ്പോൾ നടന്റെ ഒപ്പം അല്ലെങ്കിൽ ഡയറക്ടറുടെ പേരിൽ അറിയപ്പെടുമ്പോഴും അവർക്ക് താങ്ങായി ആ സിനിമയെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സിനിമയുടെ നെടും തൂണായി നിൽക്കുന്നത് ടെക്നീഷ്യൻസ് ആണ്. അതിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും. ഒരു ഡിപ്പാർട്ട്മെന്റിനെ സ്പെഷ്യലായി പറയുന്നില്ല. അത്രയും അധ്വാനവും അത്രയും ശ്രദ്ധയും അത്രയും എന്താ പറയുക ആത്മാർപ്പണവും ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത് ഒരുപാട് പേര് പരിചയപ്പെടാനും ഇതിൽ പറ്റിയിട്ടുണ്ട്. അത്തരം ഒരു കൂട്ടായ്മയിലേക്ക് അവരുടെ ഒരു കൂട്ടായ്മയിലേക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ സിനിമയ്ക്ക് വേണ്ടി അർപ്പണബോധോട് വർക്ക് ചെയ്യുന്ന തെക്കയിലെ എല്ലാവരെയും കുറിച്ചുള്ള ഒരു നേർക്കാഴ്ചയുടെ വീഡിയോയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.